ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചേട്ടനെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നിക്കുന്ന് ചെയ്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയേക്കുവാണ് കേട്ടോ. ആളത് വാരി കളഞ്ഞും കഴിച്ചുമൊക്കെ ഇരിപ്പുണ്ട്, കുറച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതേ ചേച്ചി ഭദ്രയും കൊണ്ട് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണേ. ഭദ്രയ്ക്ക് ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവൾ +1 കേട്ടോ. അപ്പം ട്യൂഷന് കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ചേച്ചി അവളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ, രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പോൾ എങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം, അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പോൾ ചേട്ടനും പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് കോട്ടൊക്കെ ഇട്ടു. അപ്പോൾ തന്നെ ആൾ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോയിക്കൊണ്ട് നിൽക്കുവാണേ. ആളെ കൊണ്ടുപോകില്ല എന്നൊക്കെ അറിയാം. ഇപ്പോൾ മുന്നേയൊക്കെ കരയായിരുന്നു, ഇപ്പോൾ പിന്നെ വലിയ കരച്ചിലൊന്നുമില്ല. ആളെ എന്തായാലും കൊണ്ടുപോകത്തില്ല, ഓഫീസിൽ പോവുകയാണ്, കൊണ്ടുപോകത്തില്ലെന്നറിയാം. ടാറ്റയൊക്കെ കൊടുത്തങ്ങ് വിടും. എന്നാലും ചെറിയൊരു സങ്കടം എപ്പോഴും കാണും. പോയിട്ട് കുറച്ച് നേരം ഇച്ചിരി ഒരു സൈലൻ്റ് ആയിരിക്കും. ദേഹത്തിന് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഓഫീസിലോട്ട് പോയി. നിൽക്കുതേ ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നോക്കി വഴിക്കണ്ണോട്ട് നോക്കി നിൽക്കണം. പിന്നെ ഞാൻ കഴിക്കാൻ പോയി കേട്ടോ. നമ്മുടെ ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കൂന് അത് പറ്റത്തില്ല, എനിക്കും ഗോതമ്പ് ദോശ അത്ര അങ്ങോട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അമ്മ പുട്ടുണ്ടാക്കി. നിക്കൂന് പുട്ട് കുറച്ചധികം ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവൾ കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാനും പുട്ട് കഴിക്കാമെന്ന് കരുതി. നിക്കൂന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാനും കുറച്ച് പുട്ടും പഴവും കൂടെ കഴിക്കാമെന്ന് കരുതി. നിക്കൂനെടുത്തതിൻ്റെ ബാക്കി പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് കരുതി. ഈ പുട്ടിൻ്റെ തേങ്ങ എനിക്കിഷ്ടമല്ല. അപ്പം എന്നെപ്പോൾ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പുട്ടിന് തേങ്ങ കഴിക്കുന്നത്. ഞാൻ ഈ തേങ്ങ എല്ലാം ചുവണ്ടി പറക്കി കളഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എന്തോ എനിക്കറിയില്ല, പണ്ടുപോലെ അങ്ങനെ തന്നെ. പുട്ടും പഴവും അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല, എന്നാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചിട്ട് എനിക്കൊന്ന് നേരത്തെ ഉറങ്ങി, രാവിലെ ആയപ്പോൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പതിവ് ജോലിയിലോട്ട് പോയി. സ്റ്റിച്ചിങ് തന്നെ, വേറെ പണിയില്ലല്ലോ, അമ്മയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോഴത്തേനും ഞാൻ എന്താ നിക്കൂനെ അങ്ങോട്ട് കിടത്തിയിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ട് പോയി. അപ്പോൾ എന്താ പറയുക, നിക്കൂരെ ഞാൻ മേളിൽ കിടത്താനുള്ള റീസൺ എന്ന് വെച്ചാൽ രാത്രി ഒട്ടും ഉറക്കമില്ലാത്ത ആളാണ് നിക്കു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേനും പകലും കൂടെ ഉറങ്ങിയില്ലെങ്കിൽ അവൾ അത്രയ്ക്കും ക്ഷീണിക്കും. അപ്പോൾ ഞാൻ മേളിൽ കിടത്തുമ്പോൾ ഫാനൂട്ട് കിടത്തുമ്പോൾ പിന്നെ വേറെ സൗണ്ടും ശല്യം ഒന്നുമില്ല. അപ്പോഴത്തേനും അവൾ ഇത്തിരി അധികം സമയം ഉറങ്ങിക്കോളും. അപ്പം താഴെ കിടത്തുമ്പോഴത്തേനും എന്തായാലും വണ്ടിയുടെ സൗണ്ടും അതും ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ മാക്സിമം നമ്മുടെ റൂമിൽ മേളിൽ കൊണ്ടുവന്ന് കിടത്തുന്നത്. അപ്പോൾ ആളെ കിടത്തിയിട്ട് നമ്മൾ ഇവിടെ തന്നെയല്ലോ, ഞാൻ ഇവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കും. എന്നിട്ട് അപ്പോഴായിട്ട് ഓടിപ്പോയി നോക്കും കേട്ടോ, ഉണരുന്നുണ്ടോ എന്നൊക്കെ. അവളുടെ സ്വഭാവമായിട്ട് അറിയത്തില്ല, അവൾ ഉറക്കിയ ഉടനെ തന്നെ ഉണരുന്ന സ്വഭാവമാണ്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പം ബൊട്ടീക്കിലെ ചില ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് ഓർഡർ വന്നാലും എനിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഓർഡർ വരുന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ വരുന്നുള്ളൂ. പക്ഷേ അത് തന്നെയാണ് എനിക്ക് കണക്ക്. നിക്കൂനെ വെച്ചിട്ട് എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സക്സസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ബൊട്ടീക്ക്. അപ്പോൾ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കത്തില്ല. നിക്കൂന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തുണികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നിക്കു അത് കഴിഞ്ഞ് പോണർന്ന് നിക്കുവിൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. നമ്മുടെ ബേബി ശാലിനിയുടെ ഏതോ ഒരു പഴയ പാട്ടാണ്, അതാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് സോങ് എന്നുണ്ട്. അതും കണ്ടുകൊണ്ടിരിക്കും. ഇനി 2 ദിവസത്തേക്ക് ആ പാട്ട് മതി, പിന്നെ അവൾക്കത് മടുക്കും കേട്ടോ. അങ്ങനെ അതും കണ്ടുകൊണ്ട് ആളിരിക്കുകയാണ്. ഞാൻ എന്തോ ഫ്രൂട്ട്സോ എന്തോ സ്നാക്കായിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ആളങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ചടയിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ നോക്കിയൊക്കെ ചിരിച്ചു. സാധാരണ മൈൻഡ് ചെയ്യാത്തതാണ്, ഉറക്കത്തിൻ്റെ ഈ ഒരു പ്രശ്നത്തിലാണ് ആൾ അങ്ങനെ നോക്കി ചിരിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മുറ്റത്തിറങ്ങണം, മുറ്റത്തൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് എന്താ മഴയൊക്കെ പെയ്തിട്ട് ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പിടാതെ അങ്ങനെ ഇറക്കിയിട്ടു. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ സാധാരണ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് അവളെ പുറത്തിറക്കുക. അപ്പോൾ വീഡിയോയിൽ ഒരു ഡോക്ടർ, ഒരു പീഡിയാട്രിഷ്യൻ തന്നെ വന്ന് പറയുന്നുണ്ട്, ഒരു 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ബെയർ ഫുട്ടിൽ അവരെ നടത്തണം. കല്ലും മുള്ളൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ നടത്തണം. അവരുടെ കാലൊക്കെ ഇപ്പോൾ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ കാലിൻ്റെ അടിഭാഗത്തൊരു കർവ് പോലെ ഉണ്ടല്ലോ, അവർക്ക് ഇതൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. സോ അവരെ ബെയർ ഫുട്ടിൽ നടത്തണം, അതാണ് നല്ലത്. ചെളിയൊക്കെ ചവിട്ടി അവർ നടക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നടത്തിക്കണതാണ് കേട്ടോ. ആൾ വന്ന് കാലിൽ ചെളിയായത് വന്ന് നോക്കുകയാണ് കേട്ടോ, എന്നിട്ട് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ കൊടുത്ത് ആളെ വീട്ടിനകത്ത് കയറ്റി കേട്ടോ. എന്നിട്ട് വീട്ടിൽ കയറ്റിയപ്പോൾ താഴെ ഇറക്കണം, മുറ്റത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ബഹളമാണ്.
മുറ്റത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, അകത്തോട്ട് കയറത്തില്ല. അങ്ങനത്തെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേളിൽ കുളിക്കാൻ കയറിയ പിന്നെ ഒരു ബഹളമാണ്, അവിടെ കിടന്നൊരു ബഹളമാണ്. അത് അവളുടെ ടവലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം അലക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കും അല്ല, മാക്സിമം എല്ലാ പിള്ളേരും ഇത്രയും വികൃതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിക്കുവിൻ്റെ ഓയിലൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഫുൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. എനിക്ക് എപ്പോഴും കിട്ടുന്ന പരിപാടിയാണിത്, ഫുൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട് ക്യാമൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നേന്ന് എടുക്കുകയാണ് കേട്ടോ. നിക്കുവിന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ ന്യൂ ബോൺ ആയിരിക്കെ തന്നെ ഞാൻ തലയിൽ യൂസ് ചെയ്യുന്ന എണ്ണയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെന്ത വെളിച്ചെണ്ണയിൽ തേങ്ങയൊക്കെ തിരുമ്മി പാലെടുത്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണ, നല്ല ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ അവർക്ക് ദേഹത്തും തേച്ച് കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് കാലം വരെ. പിന്നെ അതിനുശേഷം ദേഹത്ത് വേറെ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇപ്പം ഇവക്ക് ആ എണ്ണ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എടുക്കുമ്പോഴത്തേനും അത് അരിച്ചൊരു സംഭവം വരുമല്ലോ, അരിച്ച് പിഴിഞ്ഞെടുക്കൂലേ, അതിൻ്റെ കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ഓയിലുണ്ടായിരിക്കുമല്ലോ, ആ ഓയിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഓയിൽ അവൾക്ക് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര സ്മെല്ലാണ്. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. അപ്പം നിക്കുവിനും ഈ ഒരു പരിപാടിയുണ്ട്, അവൾ അത് എടുത്ത് വെച്ച് കടിക്കും. അത് അത്രയും ഒരു സ്മെല്ല് കേൾക്കുമ്പോഴത്തേനും നമുക്കത് തിന്നാൽ കൊള്ളാമെന്ന് തോന്നും കേട്ടോ. അങ്ങനെ നിക്കുവിന് എണ്ണ തേച്ച് കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങളീ കാണുന്നത്. നിക്കുവിന് ഞാനിതൊരു സെപ്പറേറ്റ് ഒരു കുഞ്ഞ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എണ്ണ, അല്ലെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടും. അപ്പം ഞാൻ ചെറിയൊരു മസാജൊക്കെ കൊടുത്താണ് അവൾക്ക് ഓയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അവളുടെ ബാത്തിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ഓയിൽ നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് അവർക്ക് കുറച്ച് ടൈം ഇട്ടിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിക്കുനെല്ലാം ഓൾറെഡി ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊരു ഇതാണ്. അവർക്ക് എണ്ണ തേക്കാനും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ, ഫുഡ് കഴിക്കാനൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ, അവർക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് എല്ലാത്തിനും താല്പര്യം. അപ്പം എനിക്കായാലും ചേട്ടനായാലും അവൾക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യം 1 വയസ്സിലെ മുട്ട അടിച്ചിട്ടുള്ളൂ, പിന്നെ മുട്ട അടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അടിക്കാൻ താല്പര്യമില്ല. പിന്നെ ഒരു ചെറുതായിട്ടൊരു ബോയ് കട്ട് സൈഡ് വെട്ടിയിട്ടുണ്ട് ഇടയ്ക്ക്, മുടി നന്നായിട്ട് വളർന്നപ്പോൾ. അത് തന്നെ, അത് കാണാനൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഞങ്ങൾ മുടി വെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവൾക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേട്ടനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ജലദോഷമൊക്കെ വന്നപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഒന്ന് മുട്ട അടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മാക്സിമം വേർപ്പൊക്കെ തുടച്ചൊക്കെ നോക്കി, വേണ്ടാന്ന് കരുതി, മുട്ട അടിക്കണ്ട, നമ്മൾ മാനേജ് ചെയ്തോളാമെന്ന് കരുതിയിട്ട് നമ്മൾ മുട്ടയൊന്നും അടിച്ചില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്താൻ, എനിക്കായാലും ചേട്ടനായാലും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഹെയറൊക്കെ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹെയർ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അവർക്ക് 1.5 വയസ്സായതേ ഉള്ളൂ, ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ ഹെയർ കെയറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് എൻ്റെ ഒരു സമാധാനത്തിനെല്ലാം ചെയ്യാറുണ്ട്. എന്നിട്ട് അതേണ്ട എണ്ണയൊക്കെ ഒറ്റയ്ക്കാണ് തേക്കുന്നത്. നിൽക്കും ഒറ്റയ്ക്ക് എണ്ണ തേപ്പാണ് പരിപാടി. ഈ എണ്ണയും തീർന്നു കേട്ടോ, അതിനകത്ത് ഇനി ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൊത്ത് മാത്രമേ ഉള്ളൂ, എണ്ണ എല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നിക്കുവിന് എണ്ണ ഒന്നേന്ന് കാച്ചണം. ഞാൻ ഇതുവരെയ്ക്കും ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എൻ്റെ ഓൾറെഡി അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എണ്ണ കാച്ചണം. അപ്പം ഞാൻ ആ എണ്ണ കാച്ചുമ്പോഴത്തേനും ഓൾറെഡി വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഉടുപ്പൊന്നും ഇടാതെ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് കണ്ടത്. 3/4 ഭാഗത്തോളം ഉടുപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേനും മറ്റേ ചിൽഡ്രൻസ് വയലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും കേട്ടോ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോഴത്തേനും ഞാൻ വെച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് ഒരു ലവിൻ്റെ ഇമോജിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്താവുമെന്നോ അറിയത്തില്ല, അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് നിക്കുനെ കുറച്ച് ടൈം ഒന്ന് എൻ്റർടൈൻ ചെയ്യും കേട്ടോ, ഇല്ലെങ്കിൽ അവൾ ഇരിക്കത്തില്ല. അദ്ദേഹത്തൊക്കെ എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചും അവിടെ ഒരു കുതിര ഇട്ടിട്ടുണ്ട് മേളിൽ ടെറസിൽ, അതൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടിച്ചൊക്കെ ഇരിക്കും. സാധാരണ ഞാൻ താഴെ വെച്ചാണ് ഓയിൽ ഇട്ട് കൊടുക്കുക, കാരണം വെച്ചാൽ ഇവിടെ നല്ല വെയിലായിരിക്കും, നല്ല ചൂടുമായിരിക്കും. പക്ഷേ ഇന്ന് വെയിലും ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേളിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുത്തി ഓയിലൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കാം. എനിക്ക് ഭയങ്കര ബഹളമായിരിക്കും. താഴെ ഇരുന്നാലും മേളിലിരുന്നാലും ഒക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഓട്ടവും ബഹളവും. എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് പേടിയാണ്, നമുക്ക് തെന്നി വീഴുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ നിക്കുവിൻ്റെ ബോഡിയിൽ തേക്കുന്ന ഓയിൽ. അപ്പോൾ അത് ഒരു ദിവസമല്ല, ഉടനെ തന്നെ അവൾക്ക് ഓയിൽ ഉണ്ടാക്കണം. അവളുടെ ഡ്രൈനെസ് ഒക്കെ മാറിയോണ്ട് ഇനി ആൽമണ്ട് ഓയിലിൻ്റെ ആവശ്യമില്ല. ആൽമണ്ട് ഓയിൽ നല്ലതാണ് കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഡ്രൈനെസ് ഒക്കെ മാറും. അവൾക്കിപ്പോൾ വലിയ ഡ്രൈനെസ് ഒന്നും ഇല്ല കാലിൽ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ ഒരുപാട് കുറച്ച് എന്താ മരുന്നുകളൊക്കെ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചിട്ടാണ് അവൾക്ക് ഓയിൽ കാച്ചിക്കൊണ്ടിരുന്നത്. ഞാനും അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനും അത് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് മടിയാറിന എന്നും യൂസ് ചെയ്യാറില്ല, നിക്കുവിനെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റ് ആവാനും ലൈറ്റനിങ് ചെയ്യാനും പാടുകളൊക്കെ മാറാനും അങ്ങനെ എല്ലാത്തിനും കുഞ്ഞുമക്കൾക്ക് നല്ല സ്കിൻ നന്നായിട്ടിരിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ആ ഓയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇതൊക്കെ തീർന്ന സ്ഥിതിക്ക് അപ്പോൾ ഇനി അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഡ്രൈനെസ് ഒക്കെ മാറിയിരിക്കുമല്ലേ. അപ്പോൾ അതേ അടുത്ത് ഞാൻ വെള്ളം പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും അവളെ കൊണ്ടുപോകും. അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകത്തില്ല കേട്ടോ, പേടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതേ നമ്മൾ കുളിച്ച് കയറി വരുന്ന വരക്കുവാണ് കേട്ടോ. അപ്പോൾ കുളിച്ച് കയറി വന്നപ്പോഴത്തേനും ചേട്ടൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ റെഡിയായിട്ട് നിന്നോ, ഞാൻ വരുമ്പോഴത്തേനും പിന്നെ അങ്ങ് പോവാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും എന്താ അവളെ കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴുണ്ട് മഴ. നിക്കുവിനെ കൊണ്ട് കുളിപ്പിച്ച് കയറിയപ്പോഴുണ്ട് ഭയങ്കര മഴ. അപ്പോൾ നിക്കു തന്നെ എനിക്ക് പറഞ്ഞത് അമ്മ എന്നൊക്കെ പറഞ്ഞു തന്നു, ഭയങ്കര മഴ പെയ്യുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു തുണി കിടക്കായിരുന്നു, അതിന് ഓടിപ്പോയി ഞാൻ എടുക്കാൻ പോയപ്പോൾ എന്നെ ക്യൂരിയോസിറ്റിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴുള്ള മുഖഭാവമാണ് കേട്ടോ കാണുന്നത്, സന്തോഷമായിട്ട്. അങ്ങനെ നിക്കുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരി കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു നിക്കുവിൻ്റെ മെയിൻ സംഭവമാണ് ഇത് അവിടുത്തെ സ്വിച്ച് ബോർഡിൽ പോയി പിടിക്കക്കവും ബഹളവും. അവിടുത്തെ സ്വിച്ച് ബോർഡിൽ പോയി ഏത് നേരവും പിടിക്കലാണ് പരിപാടി. അവിടെ പോയി അതിൻ്റെ ഇടയിൽ കൈയിടുക, സ്വിച്ച് ഇടുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. എത്ര പറഞ്ഞാലും മനസ്സിലാവാനുള്ള പ്രായമല്ല അവർ. ഓക്കെ, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും നമ്മുടെ തകർപ്പൻ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ചമ്മലായിരിക്കും. മഴയാണെങ്കിൽ ഈ ചൂടിനൊരാശ്വാസം ആണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങണ കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ചോറ് കഴിക്കായിരുന്നു. നിക്കുവിൻ്റെ അമ്മൂമ്മേരയിൽ ചാടി കയറിയിട്ടുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ചോറ് കഴിച്ചിട്ട് വേണം അമ്മയ്ക്ക് കഴിക്കാൻ, ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല രണ്ടുപേരും ഒരുമിച്ചിരുന്ന്. അപ്പം ഞങ്ങൾക്ക് ചോറിന് മാങ്ങ ഒഴിച്ചേറി, പിന്നെ പച്ചച്ചീരത്തോരൻ, നെത്തോലി ഫ്രൈ, നെത്തോലി കറി. നെത്തോലി മീൻ എനിക്കിഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് നെത്തോലി ഫ്രൈയും. നെത്തോലി കറിയുടെ ചാറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് നല്ല മഴയും നമ്മുടെ നെത്തോലി ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നിക്കുവിന് ഇതൊന്നും പിടിക്കത്തില്ല, അവൾക്ക് ഒന്നും പിടിക്കത്തില്ല. എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇപ്പം എത്തുമെന്ന് ഉടനെ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങ് മേളിൽ കയറി വന്നു കേട്ടോ. വീണ്ടും സ്വിച്ച് ബോർഡിൽ പോയി ഏത് നേരം പിടുത്തം തന്നെ. ഞാൻ ഓടി വന്ന് അടി കൊടുക്കാൻ പറ്റുമോ, അതുമില്ല. എന്ത് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് നിക്കുവിനെ കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എത്തിയിട്ടില്ല, ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നിക്കുവിന് ഡ്രസ്സൊക്കെ ചെയ്യിച്ചിട്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഇട്ട് കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ എനിക്കിൻ്റെ ഷോർട്ട്സ് അങ്ങ് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം ഇടുന്നതാണ്, പുതിയതാണ്. അപ്പോഴത്തേനും ഇത് കുറച്ച് ലൂസാണ്, ഇത് കുറച്ച് ഫിറ്റായിട്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി, വേറൊരു പാൻറ്റ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴുണ്ട് എൻ്റെ ബാഗ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി കയ്യിൽ വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുമല്ലോ, അപ്പോഴത്തേനും പൊട്ടൊക്കെ ഇട്ട് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പം വെറുതെ അത് നോക്കിയിരിക്കുമല്ലോ എന്ന് കരുതി. ഇത് ഈ പാൻറ്റാണ് കേട്ടോ ഞാൻ നിക്കുവിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതാകുമ്പോൾ കുറച്ച് ഇറക്കത്തിൽ കിടക്കുമല്ലോ, തണുക്കൊന്നും ഇല്ലല്ലോ എന്ന് കരുതി. അങ്ങനെ നിക്കുവിനടുത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു വിധത്തിൽ ഇരുന്ന് തരത്തില്ല. ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ ആദ്യം എൻ്റെ ലെൻസ് കേസൊക്കെ എടുത്ത് തരുന്നുണ്ട് പുറത്ത്. അങ്ങനെ ഞാൻ തലമുടി കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. ഇവളെ ഒരുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു 3/4 ഭാഗത്തോളം എനർജി വേസ്റ്റ് ആവും, പോവും. അപ്പോൾ അത്രയ്ക്കും കഷ്ടപ്പാടാം കേട്ടോ. എന്താ ഒരു ടൈം മിണ്ടായിരിക്കത്തില്ല, വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെ ഞാൻ തലമുടി കെട്ടിക്കൊടുക്കുകയാണ്. അവസാനം ലാസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കെട്ടിക്കൊടുത്ത കേട്ടോ, ഒരു നിവൃത്തിയില്ല, അങ്ങനെ കെട്ടിക്കൊടുത്ത. അപ്പോൾ ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് നിക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേടിച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവളുടെ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, ലാവൻഡർ പർപ്പിൾ. അപ്പോൾ ലാവൻഡറിലൊരു മീഷോ ഒന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പം ചേട്ടൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എൻ്റെ കളറും ഒന്നും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ വന്നപ്പോഴത്തേനും ഈ ഡ്രസ്സേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേറെ ഡ്രസ്സ് മാറ്റിയിട്ടിട്ടാണ് കേട്ടോ, വേറൊരു ബ്ലാക്ക് ഡ്രസ്സ് മാറ്റിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ ചേട്ടൻ ഈ ഡ്രസ്സ് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
അങ്ങനെ ഒരു വിധത്തിൽ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തു. അപ്പോഴത്തേനെ പോയി അഴിക്കാൻ പോകുന്നു. അവൻ ഞാൻ പറഞ്ഞു ഞാൻ ടാറ്റ കൊണ്ടുപോകത്തില്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. എവിടെ മനസ്സിലാവാൻ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ഞാൻ പോയി ടാറ്റ കൊടുക്കുക, അവർക്ക് ടാറ്റ കൊടുക്കും, ഉമ്മ കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വണ്ടിയുടെ ഒരു സൗണ്ട് പോലെ തോന്നി. പക്ഷേ അച്ഛൻ്റെ വണ്ടി ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പ്രഷൻ ഇട്ടത് അവൾ. എന്നിട്ട് തലമുടിയിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് അതങ്ങ് ഇഷ്ടമേ ആവുന്നില്ല. അതെങ്ങനെയും വലിച്ച് പറിച്ചെടുത്താൽ മതി എന്നൊരു ടെൻഡൻസിയാണ് കേട്ടോ എനിക്കും. അങ്ങനെ കുറച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അതിനെയും മായ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ റെഡിയാവുന്ന അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം എനിക്കങ്ങനെ വലിയ മേക്കപ്പ് ഒന്നുമില്ല. മുന്നേ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മൾ ഐലൈനറൊക്കെ വരച്ച് കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ പോവുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് 6:30 ആയപ്പോൾ തിരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്കൊരു വലിയ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളൊരു ഒരു ബ്ലോക്കിൽ കിടന്നു. ബ്ലോക്കെന്ന് വെച്ചാൽ ഒന്ന് മൂവ് ആവുന്നില്ല, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ലാത്ത ബ്ലോക്ക്. 3/4 മണിക്കൂറിൽ കൂടുതൽ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഈഞ്ചക്കൽ ജംഗ്ഷനിലായിരുന്നു കേട്ടോ ആ ബ്ലോക്ക് അത്രയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലുലുവിലെത്തിയപ്പോഴും അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും അതിൻ്റെ ബ്ലോക്കും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേനും ഏകദേശം 9 മണിയായി. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നിക്കു ഒരുപാട് സമയത്ത് ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ കരുതി ഉറങ്ങട്ടെ. അപ്പം അവൾ ഉറങ്ങിക്കഴിയുമ്പോഴത്തേനും അകത്ത് കയറി ആയാലും അവളൊന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവൾ സുഖം ഉറക്കമാണ്. ഏകദേശം 1 അവറിൽ കൂടുതലായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിങ്ങനെ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് വെയിറ്റിങ്ങിനോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോഴത്തേനും എനിക്കിങ്ങനെ ദേഷ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉണർത്താൻ ട്രൈ ചെയ്തില്ല. അകത്തേറുമ്പോൾ എന്തായാലും ആൾക്ക് അറിയാൻ പോകണില്ല, എഴുന്നേറ്റാലും അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നോളും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അകത്തോട്ട് എൻ്റർ ചെയ്യാണ് കേട്ടോ. ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അകത്തോട്ട് ഞങ്ങൾ എൻ്റർ ചെയ്താണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഓടിപ്പോയത് എവിടേക്കാണെന്ന് അറിയാമോ? ഫുഡ് കോർട്ടിലോട്ട്. കാരണം എന്ന് വെച്ചാൽ വൈകിട്ട് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത്, പക്ഷേ ചായയൊക്കെ നേരത്തെ കുടിച്ചതാണ്. അപ്പോഴത്തേനും വിശന്ന് അങ്ങ് തളർന്നുപോയി. ശരിക്കും അതിന് വിഷം തളർന്നുപോയി. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടെ അടുത്ത് വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, അവർ ഫുഡ് മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ബാർബിക്യൂ നേഷൻ കണ്ടത് കേട്ടോ. നിക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ബർത്ത്ഡേക്കും വരാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. അപ്പോഴും ആലോചിച്ചില്ല, ചേട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഞങ്ങൾ മോമോസ് മേടിച്ചു. പിന്നെ നിക്കുവിനും കൂടെ കൊടുക്കാം എന്ന് കണക്കാക്കിയിട്ട് പൂരിയും നമ്മുടെ മറ്റേ കറിയും മേടിച്ചു കേട്ടോ, പൊട്ടറ്റോ കറിയും. അപ്പം അത് കുഴപ്പമില്ല എന്നിട്ട്, അധികം ഫ്ലേവറൊന്നും ചേർക്കാത്ത കറിയായിരുന്നു. അതുകൊണ്ട് ഒരു ഇത്തിരിയൊക്കെ കൊടുത്തു ആൾക്ക് ഇഷ്ടമായി. പക്ഷേ കുറച്ച് കഴിച്ചു കേട്ടോ, ഒരു 2-3 വായൊക്കെ വെച്ചു, അത്ര തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വാവയ്ക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് കുഞ്ഞാവയ്ക്കൊരു, നിക്കുവിൻ്റെയൊക്കെ ഏകദേശം പ്രായമാണ് കേട്ടോ, ഒരു ഫ്രോക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിക്കുവിന് ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ജാട അവൾ ക്യാമറ കാണുമ്പോൾ. അപ്പോൾ അതേ നെക്സ്റ്റ് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൂട്ട് ബേയിൽ കയറി കേട്ടോ. നമ്മുടെ ഭദ്രയുടെ സജഷനായിരുന്നു. പക്ഷേ ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത്. പക്ഷേ ഫ്ലോപ്പായിപ്പോൾ. ഇതിൻ്റെ ഭയങ്കര ആ സിറപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് ഒട്ടും ആർക്കും ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കേട്ടോ, കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഓൾറെഡി നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് എൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.